ആരാധനയുടെ അധ്യക്ഷനായിരിക്കുന്ന റവറൻ TS ജസ്റ്റിൻ കുമാർ അച്ഛൻ, സഭാ സെക്രട്ടറി G റോബിൻസൺ ഡീക്കർ, യങ് ഫാമിലി ഫെലോഷിപ്പ് സെക്രട്ടറിയായി ഈ നാളുകളിൽ പ്രവർത്തിക്കുന്ന രാകേഷ് ഡീക്കർ, ഈ സഭയുടെ ആരാധനയിൽ വിവിധ ഭാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ആരാധന നയിക്കുന്ന സഭാജനങ്ങളെ, ആദ്യമായി ഈ സഭ ഒരു മെസ്സേജിന് പൊതു ആരാധനയിൽ അവസരം നൽകിയ യങ് ഫാമിലി ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് ഈ സമയം എന്റെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ സഭ സംഘടനകളുടെ ഒരു നിറവിലാണ്. വിദ്യാഭ്യാസം ചെയ്യുവാൻ സൺഡേ സ്കൂൾ, യുവാക്കൾക്ക് CEYF, വാർദ്ധക്യ മാതാപിതാക്കൾക്ക് സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ്, വനിതകൾക്ക് വിമൻസ് ഫെലോഷിപ്പ്, കുഞ്ഞുങ്ങൾക്ക് ബാലജന സഖ്യം. അതേ തുടർന്നാണ് 2021 ജനുവരി മാസം മുതൽ യങ് ഫാമിലി ഫെലോഷിപ്പ് എന്ന സംഘടനയും മെൻസ് ഫെലോഷിപ്പ് എന്ന സംഘടനയും നമ്മുടെ സഭയിൽ തുടക്കം കുറിക്കുന്നത്. യങ് ഫാമിലി ഫെലോഷിപ്പ് എന്ന സംഘടന ഒരു വ്യത്യസ്തമായ സംഘടനയാണ്. കാരണം കൈക്കുഞ്ഞുമായി വരുന്ന അമ്മമാർ മുതൽ അവർക്ക് കുടുംബമായി ആരാധിക്കുവാൻ ഉള്ള സംഘടനയാണ് യങ് ഫാമിലി ഫെലോഷിപ്പ്. ഇന്ന് സഭകളിലും ഓരോ കുടുംബങ്ങളുടെ 25 വർഷക്കാലം അവർ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവർ ആ 25 വർഷക്കാലം അവരുടെ വിവാഹ വാർഷികം ആഘോഷിച്ചുകൊണ്ടാണ് അവർ ആ സംഘടന വിട്ടു പോകുന്നത്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെ സഭയിൽ ഈ അടുത്ത കാലത്തുണ്ടായ സംഘടന കുടുംബ ആരാധനകൾക്കും കുടുംബമായി സഭയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പലവിധമായ പ്രവർത്തനങ്ങൾക്ക് ഈ സംഘടനയ്ക്ക് നടത്തപ്പെടുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ റിട്രീറ്റുകൾ സംഘടിപ്പിക്കുവാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സംഘടന നാൾക്ക് നാൾ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഇവിടെ ചിന്തയ്ക്ക് വേണ്ടി എടുത്ത പാഠഭാഗം, ഇവിടെ സങ്കീർത്തന ഭാഗമായി വായിച്ച 128 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടത്തുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുകൾ തൈകൾ പോലെയും ഇരിക്കും. യഹോഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. അല്പസമയം നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ബലവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. 2024 വർഷത്തിന്റെ ഒരു വർഷക്കാലം ഞങ്ങളെ വിട്ട് കടന്നു പോകുമ്പോൾ കർത്താവെ, അതിന്റെ തൊട്ട് മുമ്പിലത്തെ മാസം യങ് ഫാമിലി ഫെലോഷിപ്പായി ഞങ്ങൾക്ക് ആരാധിക്കുവാൻ കഴിഞ്ഞ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞങ്ങളെ അങ്ങ് കാത്തു ശിക്ഷ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബമായി അങ്ങേ ആരാധിക്കാൻ ലഭിച്ച കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. കർത്താവെ, മക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ചൊല്ലി ഭാരപ്പെടുന്ന മക്കൾക്കായി, ജീവിത പങ്കാളിയെ ഓർത്ത് ദുഃഖിക്കുന്ന നിർമ്മിയ ഹൃദയങ്ങൾക്കായി, കുടുംബ ബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സാത്താന്യ പ്രവർത്തനങ്ങളിൽ നിന്ന് ഞങ്ങളെ അങ്ങ് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അനന്ത വിവാഹത്തിൽ വെള്ളരിപ്രാക്കളെ പോലെ പറന്നുയരുവാൻ കർത്താവെ, അവർ ലോകത്തിന്റെ ഏത് അറ്റത്ത് പോയിരുന്നാലും അവർ നന്മ പ്രാപിക്കുവാൻ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അല്പസമയത്തെ ചിന്തയ്ക്കായി ഇവിടെ നിൽക്കുന്ന അടിയനെ ബലപ്പെടുത്തണമേ. കേൾവിക്കാരായ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതും നഷ്ടപ്പെടുമ്പോൾ, നമ്മൾ പലതിനെ കുറിച്ച് ഓർത്ത് അങ്ങ് ദുഃഖിക്കുമ്പോൾ, നമ്മുടെ വിദ്യാഭ്യാസ ജീവിതമാവട്ടെ, അതുപോലെ തന്നെയുള്ള ഉപരിപഠനങ്ങളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ നിരവധി കാര്യങ്ങൾ, ഔദ്യോഗിക മേഖലകൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, അത് ഏതെങ്കിലും വ്യക്തികളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളിലൂടെ, സഭകളിലൂടെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാവും. എന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയെ കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ അങ്ങ് ചിന്തിക്കും. ദീർഘനാൾ നമ്മൾ അത് ചിന്തിക്കും. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഒരു സംഭവകഥ വായിച്ച് അറിയുകയുണ്ടായി. ഫ്രഞ്ച് ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ സ്മിത്ത്
അദ്ദേഹത്തിന് അടിയന്തരമായി ലഭിച്ച ഒരു ഹെൽത്ത് കോൺഫറൻസിൽ പങ്കെടുക്കേണ്ട അവസരം ലഭിച്ചു. ലണ്ടനിൽ നടക്കുന്ന ആ കോൺഫറൻസിൽ പങ്കെടുക്കുകയും നിരവധി വിദ്യാർത്ഥികൾക്ക് ആരോഗ്യ മേഖലയുടെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുകയും പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം. എന്നാൽ അദ്ദേഹത്തിന് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് പെട്ടെന്ന് ഒരു വിളി വന്നു. ഫ്രാൻസിലെ ഉന്നതനായ ഒരു വ്യക്തിക്ക് അടിയന്തര ശസ്ത്രക്രിയ നൽകുക, അത് ഡോക്ടർ സ്മിത്ത് തന്നെ നടപ്പിലാക്കുകയും ചെയ്യണമെന്നായിരുന്നു. ഫ്രാൻസിലെ ഒന്നാമത്തെ പൗരന്റെ അറിയിപ്പ് നിരസിക്കാൻ വയ്യാതെ അദ്ദേഹം അതിന് തിരിയുകയും ആ ചികിത്സയ്ക്ക് സമയമെടുക്കുകയും അദ്ദേഹം ലണ്ടനിലേക്ക് പോകുവാൻ വേണ്ടി എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്ന ഫ്ലൈറ്റ് നഷ്ടമാവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം അന്ന് തന്നെ മാഞ്ചസ്റ്ററിലേക്കുള്ള ഒരു ടിക്കറ്റ് തരപ്പെടുത്തി പിറ്റേന്ന് പ്രഭാതത്തിൽ യാത്ര തിരിക്കുകയുണ്ടായി. മാഞ്ചസ്റ്ററിലെത്തിയ അദ്ദേഹത്തിന് അവിടെയും അസുഖകരമായ ഒരു വാർത്തയാണ് വന്നത്, പതിവില്ലാത്ത ടാക്സി സമരം. എന്നാൽ അദ്ദേഹം അവിടെ അന്വേഷിച്ചപ്പോൾ റെന്റ് കാർ ലഭിക്കും, അതിൽ മതിയായ രേഖകൾ ഹാജരാക്കിയാൽ നിങ്ങൾക്ക് സ്വയം ഡ്രൈവ് ചെയ്ത് കാർ ഓടിക്കാം. അങ്ങനെ അദ്ദേഹം മതിയായ രേഖകൾ ഹാജരാക്കിക്കൊണ്ട് റെന്റ് കാർ എടുത്ത് യാത്ര നടന്നു. ഇന്നത്തെ പോലെ ഗൂഗിളിന്റെ സൗകര്യങ്ങളൊന്നുമില്ല, ചൂണ്ടുപലകകളാണ് വഴിയാക്കുന്നത്. ആ ചൂണ്ടുപലകകളുടെ സഹായത്തോടെ അദ്ദേഹം യാത്ര ചെയ്യുകയും കോരിച്ചെരിയുന്ന മഴ ഉണ്ടാവുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ മഴകൾ പൊതുവെ അതിശക്തമായ മഴകളെന്നാണ് പറയപ്പെടുന്നത്. വഴിയിൽ എവിടെയോ വെച്ച് ചൂണ്ടുപലകയുടെ ദിശ മാറിക്കിടക്കുകയും അദ്ദേഹം വഴിതെറ്റി മണിക്കൂറുകളോളം യാത്ര ചെയ്തു. എന്നാൽ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്ത് അദ്ദേഹം വാഹനം നിയന്ത്രിക്കാൻ പറ്റാതെ വാഹനത്തിന്റെ ഗ്ലാസ് തടസ്സമായി നിൽക്കുമ്പോൾ ഒരു നൂല് പോലെ മാത്രം കാണുന്ന ഒരു റോഡിലൂടെ അദ്ദേഹം യാത്ര ചെയ്ത് ഒടുവിൽ ചെന്നെത്തിയത് അരണ്ട വെളിച്ചം കാണുന്ന ഒരു വീടിനരികത്തേക്കാണ്. അവിടെ ഇറങ്ങി ആ വീട്ടിന്റെ വാതിലിൽ കൊട്ടി വിളിച്ചു. ഒരു മധ്യവയസ്കയായ ഒരു സ്ത്രീ ഇറങ്ങി വന്നു. അവരോട് പറഞ്ഞു, എനിക്ക് ലണ്ടനിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്, വഴി തെറ്റിയെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ലണ്ടൻ നഗരത്തിൽ എത്തില്ല, 3.5 മണിക്കൂറെങ്കിലും നിങ്ങൾ യാത്ര ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും തിരികെ പോയി നിങ്ങൾക്ക് ലണ്ടനിലേക്ക് പോകണമെങ്കിൽ ഇന്ന് ഒരുപാട് താമസിക്കുമെന്ന് പറഞ്ഞു. ലണ്ടനിലേക്കുള്ള തന്റെ യാത്ര തടസ്സമായി എന്ന് തോന്നിയ അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് ഈ വാഹനം തുടച്ച് വൃത്തിയാക്കാൻ എനിക്ക് കുറച്ച് തുണി എന്തെങ്കിലും തരണം, ഈ വരാന്ത എനിക്ക് അല്പം വിശ്രമിക്കാൻ തരണം, ഞാൻ വാഹനം ഓടിച്ച് ടയേർഡായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവർ അനുവാദം കൊടുത്തു. അതിനുശേഷം കുടിക്കുവാൻ വെള്ളമെന്തോ കൊടുത്തു എന്ന് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ പറയുന്നു. ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയ അവർ പ്രാർത്ഥന തുടർന്നു. അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥനയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ആ പ്രാർത്ഥനയിൽ കരച്ചിലും ഉറക്കെയുള്ള നിലവിളിയും ഉണ്ടായിരുന്നു. ഏകദേശം 1/2 മണിക്കൂറോളം നീണ്ട ആ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ ആ സ്ത്രീ ഇറങ്ങി വന്നു ചോദിച്ചു, എന്തെങ്കിലും സഹായം വേണോ? അദ്ദേഹം പറഞ്ഞു, വേണ്ട. വീണ്ടും അവർ അകത്തേക്ക് പോയി. അതിനേക്കാൾ ശക്തമായ പ്രാർത്ഥന, കരച്ചിലുണ്ട്, അലറി വിളിയുണ്ട്. എന്നാൽ അദ്ദേഹം തിരികെ പോകാൻ ഒരുങ്ങി അവരോട് യാത്ര പറഞ്ഞ് കാറിന്റെ പിൻസീറ്റിലിരുന്ന അദ്ദേഹത്തിന് ഒരു ആശങ്ക, അദ്ദേഹത്തിന് ഒരു സംശയം. അദ്ദേഹം തിരികെ പോയി ആ സ്ത്രീയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിച്ചത്? നിങ്ങൾ എന്തിനാണ് ഉറക്കെ ഇത്ര കരഞ്ഞത്? അവർ തല കൊമ്പിട്ട് നിന്നു. കാരണം അദ്ദേഹത്തോട് പറയേണ്ട കാര്യമില്ല, ഒരു വഴിപോക്കൻ, വഴിതെറ്റി വന്ന ഒരാൾ. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കരച്ചിലിന് ഇടിനാദത്തിന്റെ ശബ്ദമുണ്ട്, പേമാരിയുടെ വെള്ളം പോലെയുള്ള അതാ നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്നു, എന്താണ് എന്ന് ചോദിച്ചു. അവർ അദ്ദേഹത്തെ കൈപിടിച്ചു അകത്തേക്ക് മുറിയിലേക്ക് കൊണ്ടുപോയി. നോക്കൂ, ഈ കട്ടിൽ കിടക്കുന്ന 12 വയസ്സുകാരിയായ മകൾ എന്റെ മകളാണ്. അവർ കായിക അഭ്യാസിയാണ്. അവൾ കായിക പ്രാക്ടീസിനിടെ അരയ്ക്ക് താഴെവശം തളർന്നുകൊണ്ട് ഈ കട്ടിൽ ഒരു വെജിറ്റബിൾ മാതിരി കിടപ്പാണ്. ഈ പ്രദേശത്തെ ഡോക്ടർമാരെല്ലാം ചികിത്സിച്ചു രക്ഷപ്പെടുത്താനായില്ല.
ഇനി അങ്ങ് വലിയ ടൗണിൽ മാത്രമേ ചികിത്സയ്ക്ക് സൗകര്യങ്ങളുള്ളൂ, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ അവളെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ കരഞ്ഞത്, അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് അവർ പറഞ്ഞു. പിന്നെ അറിയുന്നത് അദ്ദേഹം ആ കുഞ്ഞുമകളെയും കാറിൽ കയറ്റിക്കൊണ്ടു പോവുകയും അദ്ദേഹത്തിന്റെ ചെലവിൽ ചികിത്സ നടത്തുകയും ദീർഘദിവസത്തെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് തിരികെ വരികയും അവൾ ഒരു അത്ലറ്റായി മാറുകയും ചെയ്തു എന്ന് പിന്നീടുള്ള ചരിത്ര സംഭവങ്ങൾ പറയുന്നു. എന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളിൽ പറഞ്ഞത്, ഇത് എന്റെ മാത്രം കഴിവാണ്, എന്റെ മാത്രം ചിലവിൽ ചെയ്തതാണ്, എന്റെ കഠിനാധ്വാനമാണ്, എന്റെ പ്രാക്ടീസാണ്. അവിടെ ദൈവത്തിനൊന്നും അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ നിരന്തരം ഓരോ ദിവസങ്ങളിലും അദ്ദേഹം അലട്ടിക്കൊണ്ടിരുന്നു. കാരണം ലണ്ടനിലേക്ക് പോകേണ്ട അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നുള്ള വിളി, ഫ്ലൈറ്റ് മിസ്സായത്, കാർ സമരമുണ്ടായത്, അദ്ദേഹത്തിന് വഴിതെറ്റിയത്, ആ വീട് ആ അരണ്ട വെളിച്ചത്തിൽ കണ്ടത്, ഒടുവിൽ ആ വീട്ടമ്മ അവിടെ അനുവദിച്ചത്, പിറ്റേന്ന് കാറിൽ കയറി യാത്ര ചെയ്ത അദ്ദേഹം വീണ്ടും അവിടെ പോയി അവരോട് ചോദിച്ചത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള ശക്തി എന്ന് അദ്ദേഹത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരുന്നു, അതിനുള്ള കാരണം എനിക്ക് കിട്ടി എന്നുള്ളതാണ്. അതിനുള്ള കാരണം നമുക്ക് ഏവർക്കും അറിയാം, അതിന്റെ പിന്നിൽ ദൈവമാണ്, ദൈവിക ശക്തിയാണ്. ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഈ സമയം വരെയും ഇവിടെ നിലനിർത്തിയ അത് ദൈവിക ശക്തി തന്നെയാണ്. എന്നാൽ അതിന്റെ അടുത്ത പേജിൽ അദ്ദേഹം ഒരു ചെറിയ ഒരു വരി കൊണ്ട് അദ്ദേഹം അവിടെ വാക്ക് എഴുതുകയാണ്. എന്നാൽ ആ ശക്തി മറ്റൊന്നുമല്ല, അത് അമ്മയാണ് എന്നാണ് അദ്ദേഹം അവിടെ എഴുതിയത്. ഒരുപക്ഷെ അദ്ദേഹത്തെ പ്രസവിച്ച അമ്മയാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സാ സമയങ്ങളിൽ ഓരോ കുഞ്ഞിന്റെയും കരച്ചിലുകൾ കേട്ട അമ്മയാകാം, അത് അല്ലെങ്കിൽ അദ്ദേഹം വഴിതെറ്റിപ്പോയ വഴികളിൽ കൂടി അദ്ദേഹം കണ്ടു നിന്ന അമ്മയാകാം. എന്നായിരുന്നാൽ തന്നെയും അദ്ദേഹത്തെ തെറ്റുപറയുവാൻ കഴിയുന്നില്ല. നാമൊക്കെ പഠിച്ച് അറിവിന്റെ ഓരോ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയ കാലം മുതൽ നമ്മൾ കേൾക്കുന്നത്, പഠിച്ചതും വളർന്നതും മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. എപ്പോഴും ആ കാലങ്ങളിൽ നമ്മൾ മാതാവിനെ തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അവന്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് അവൻ കരയുന്ന ദിവസമാണ്. എന്നാൽ ആ അമ്മ ചിരിക്കുന്ന ദിനം കൂടിയാണ്. ആ കുഞ്ഞിനെ നോക്കി അവൻ അല്ലെങ്കിൽ അവൾ അതിനെ നോക്കിക്കൊണ്ട് വളരെ ഭാഗ്യവതി എന്ന ചിന്തയോടുകൂടി ഒരു ജോഡി കണ്ണുകൾ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് നിന്ന് അവന്റെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ ബാലപാഠങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് പതിവ്. സാധാരണ കുടുംബം എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളും, വാർദ്ധക്യ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ തന്നെയും അപ്പനും അമ്മയും മക്കളുമാണ് ഒരു കുടുംബം എന്ന് നമ്മൾ എപ്പോഴും കരുതുന്നത്. കുടുംബജീവിതം കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്ന വാക്ക് തന്നെയാണ് നമ്മൾ എപ്പോഴും കേൾക്കാറും പഠിക്കാറുമുള്ളത്. പക്ഷെ ആ കുടുംബ ജീവിതത്തിൽ നമ്മൾ ഒരു കുഞ്ഞിനോട് ചോദിക്കുന്നു, നിനക്ക് നിന്റെ അപ്പനെയാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞിന് പറയുവാൻ വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാക്കാണ്. അത് അവരുടെ ജീവിതത്തിലെ രഹസ്യമായിരിക്കും. എന്നാൽ അപ്പനോടാണ് സ്നേഹമെന്ന് പറഞ്ഞു തോന്നിയാൽ സാധാരണ അമ്മ കരയും, അപ്പനാണെങ്കിൽ തുറച്ചു നോക്കും. സാധാരണ അത് ആർക്കും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. എന്നാൽ 99% കുഞ്ഞുങ്ങൾക്കും അത് മുതിർന്നവരാകട്ടെ അവരുടെ മനസ്സിലുള്ളത് മാതാവിനോട് തന്നെയാണ്, അവർക്ക് സ്നേഹം. എന്നാൽ ഈ ജീവിതത്തിൽ പിതാവിന് എത്രമാത്രമാണ് സ്നേഹം കൊടുക്കുന്നത് എന്ന ഒരു ചിന്തയിലോട്ട് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ പിതാവിന്റെ സ്നേഹം എപ്പോഴും ഉപ്പിനെ പോലെ ആയിരിക്കും, എന്നാൽ മാതാവിന്റെ സ്നേഹമാകട്ടെ പ്രകാശം പോലെ ആയിരിക്കും. ഒന്നാമതായി എനിക്ക് ഒന്ന് പറയാനുള്ളത് സൃഷ്ടിയുടെ പിതാവിനെ കുറിച്ചാണ്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ വായിച്ചാൽ ഒരു ജലവൈദ്യുത പദ്ധതി നിന്നും ആ പ്രദേശത്തിന്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിന്റെ ആ രാജ്യത്തിന്റെ അങ്ങേ അറ്റത്ത് വരെ പോകുമ്പോൾ ആ ലൈനിൽ എവിടെ
മുറിച്ചാലും വൈദ്യുതി ലഭിക്കുമെന്ന് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം പഠിക്കുമ്പോൾ പിതാവിനെ ഒളിഞ്ഞും തെളിഞ്ഞും കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതുപോലെ സൃഷ്ടിയുടെ പരമ്പരകൾ ആദ്യത്തെ കുടുംബത്തെ സൃഷ്ടിച്ചു. അതുപോലെ ഉൽപ്പത്തി പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം ആകട്ടെ നയിക്കപ്പെടുന്ന പിതാവ് മോശയിലൂടെ അത് നയിക്കപ്പെടുകയും അടിമ ജീവിതത്തിലായിരുന്ന ജനതയെ പ്രയാണത്തിലൂടെ നയിച്ച് അങ്ങ് കടൽക്കര വരെ എത്തിക്കുകയും അനുഗ്രഹത്തിനായി അങ്ങ് വിട്ടുകൊടുക്കുകയും ചെയ്യപ്പെട്ടതായി പറയുന്നു. ലേവ്യ ഗോത്രത്തെ പൗരോഹിത്യ വർഗത്തിലേക്ക് വളർത്തി അവരെ ഉന്നത സ്ഥാനങ്ങളിൽ നിർത്തി ലേവ്യ പുസ്തകം. സംഖ്യാപുസ്തകമാകട്ടെ ജനസംഖ്യയുടെ അങ്ങേയറ്റം വരെ കാണിച്ചുകൊണ്ടാണ് സംഖ്യാപുസ്തകം കാണിക്കുന്നത്. ഭൂമിയിലെ മണൽത്തരികളോളം ജനത ഉണ്ടായിരുന്ന ദൈവം സംഖ്യാപുസ്തകവും കാണിക്കുന്നു. ആവർത്തന പുസ്തകമാകട്ടെ നിന്റെ തെറ്റുകളിൽ നിന്ന് നീ പിന്നോട്ട് വരിക എന്ന ചിന്തയാണ് ആവർത്തന പുസ്തകം കാണിക്കുന്നത്. അങ്ങനെ ന്യായാധിപന്മാരെ കാണിച്ചിട്ടുണ്ട്, രാജാക്കന്മാരെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയ്യോബിന്റെ പുസ്തകം എടുക്കുകയാണെങ്കിൽ നേരുള്ളവനായ ദൈവഭക്തനായ ഇയ്യോബ് തന്റെ മക്കൾക്ക് വേണ്ടി ബലി അർപ്പിക്കുന്ന ഒരു പിതാവിനെയാണ് ദൈവമായ പിതാവ് അവിടെ കാണിക്കുന്നത്. സിംഹക്കുഴിയിലായിരുന്ന ദാനിയേലിനെ രക്ഷപ്പെടുത്തി എരിയുന്ന തീച്ചുളയിൽ കിടന്ന ശദ്രക് മേശക് അബേദ്നെഗോവിനെ രക്ഷപ്പെടുത്തി നിരവധി പ്രവാചകന്മാരെ ഉയർത്തിക്കാട്ടി. അങ്ങനെ മലാഖി പ്രവചനം എന്ന് പറയുന്ന ഒരു വിശാല പ്രവചനത്തിലോട്ട് എത്തുമ്പോൾ ഒരു പിതാവിന്റെ സ്നേഹം, ഒരു പൂർണ്ണതയുള്ള പിതാവിന്റെ സ്നേഹം അവിടെ കാണാം. നിരവധി, ഇത് മാത്രമല്ല നിരവധി അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ അവിടെ മോശയുടെ ഭാഗം എടുത്ത് പറയുമ്പോൾ മോശയ്ക്ക് ആ പിതാവിനെ കാണണം. എന്നാൽ ആ മോശയോട് ദൈവം പറഞ്ഞു, എന്നെ നിനക്ക് കാണുവാൻ കഴിയില്ല, കാണുന്ന നാൾ നീ ജീവിച്ചിരിക്കില്ല. എന്നാൽ കാണുവാനുള്ള അവസരം കൊടുത്തതാകട്ടെ ആ ദൈവത്തിന്റെ പിൻഭാഗം, ആ ദൈവം കടന്നു പോകുന്നതാണ് കാണുവാൻ കഴിയുന്നത്. പുതിയ നിയമഭാഗമാകട്ടെ അതിന്റെ തുടക്കത്തിൽ തന്നെ കുറെ പിതാക്കന്മാരിൽ കൂടിയാണ് തുടങ്ങുന്നത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. അങ്ങനെ സന്തതി പരമ്പരകൾ ആകുമ്പോൾ 14 തലമുറ വീതം 42 തലമുറ ആകുമ്പോൾ അത് യേശുക്രിസ്തുവിലേക്ക് വരികയാണ്. യേശുക്രിസ്തുവിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ദൈവമുഖം കാണാൻ കഴിയാത്തവർക്ക് ദൈവമുഖം കാണുവാനുള്ള അവസരം തന്റെ പുത്രസ്വീകാര്യത്തിലൂടെ നൽകുകയാണ് ചെയ്തത്. അത് ആ പാഠഭാഗങ്ങളിൽ തന്നെ പിതാവ് പല ഭാഗങ്ങളിലും കാണപ്പെടുന്നു. മുന്തിരിവള്ളിയുടെ അനുഭവത്തിലൂടെ പിതാവ് പറയുന്നു, മുടിയനായ പുത്രനെ തിരികെ വിളിച്ച പിതാവിനെ അവിടെ കാണിക്കുന്നു. അതുപോലെ നിരവധി സംഭവങ്ങൾ വെളിപാട് പുസ്തകം വരെ പോകുമ്പോൾ പിതാവിനെ അവിടെ കാണിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ പിതാവ് ബൈബിളിൽ മാറ്റിവെക്കപ്പെടാത്ത വലിയ ഒരു സംഭവം തന്നെ ആയി മാറുകയാണ്. ആ പിതാവ് സകലത്തിനും മതിയായവൻ, സകല കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നവൻ. ഓരോ കുടുംബത്തിന്റെയും ഓരോ അരിപടിയും നഷ്ടപ്പെടുമ്പോൾ ആദ്യം അറിയുന്ന പിതാവ്, വെള്ളോടുകൾക്ക് സദൃശ്യമായവൻ, ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനും, ഭൂരാജാക്കന്മാർക്ക് അധിപതി, രാജാതി രാജാവ്, അവൻ ശക്തനായ ഒരു ഇമ്മാനുവേൽ, നിത്യപിതാവ്, സമാധാന പ്രഭു, ലോകത്തിന്റെ വെളിച്ചം, അങ്ങനെ എണ്ണിക്കൂടാതെ വണ്ണം ഉള്ള ഒരു ദൈവമാണ് പിതാവായി നമ്മുടെ ഇടയിൽ പരിവർത്തിക്കുന്നത്. എന്നാൽ ആ ദൈവത്തിന്റെ പിൻഭാഗം കണ്ടവൻ എഴുതിയ പുസ്തകം ഉൽപ്പത്തി പുസ്തകം. എന്നാൽ ആ ദൈവത്തെ മുഖാമുഖം കണ്ടവൻ എഴുതിയത് വെളിപ്പാട് പുസ്തകം. അങ്ങനെ ഒരു കണക്കുകൂട്ടലുകളുടെ പുസ്തകമാണ് ബൈബിൾ. ആ ബൈബിളിൽ തന്നെയാണ് നമ്മുടെ ഒരു ജീവിതം. ഇവിടെ പാഠഭാഗമായി വായിച്ച ആ പാഠഭാഗത്തിൽ പ്രധാനമായും പറയുന്നത് യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനെന്നാണ്. ഒന്നാമതായി ഒരു കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് പിതാവാണ്. ആ പിതാവിനെ അനുസരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ നേടാം എന്നുള്ളതാണ് ആ വാക്യം കൊണ്ട് പ്രതിപാദിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം. മാതാവാണ് പിതാവിനെ കാണിച്ചു കൊടുക്കുന്നത്. കാരണം മാതാവ് പറയുന്ന ആളാണ് പിതാവ്. അതാണ് സത്യം. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ആ അമ്മയുടെ കരങ്ങൾക്ക് എന്നും താങ്ങായി നിൽക്കുന്നത് പിതാവാണ്. ജീവിത രീതികളിലെല്ലാം ഓരോ ദിവസത്തെയും അധ്വാനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആ പിതാവ് ആ കുടുംബത്തെ സംരക്ഷിക്കുന്നു.
എന്നാൽ ആ ജീവിതങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്നു, അവരുടെ ജീവിതങ്ങളെ ശ്രദ്ധിച്ചു കാണുന്നു. പലവിധമായ ഓരോ അനുഭവങ്ങളിലൂടെയും ആ പിതാവ് ഓടി നടക്കുകയാണ് ചെയ്യുന്നതായി നമുക്ക് നമ്മുടെ ജീവിതങ്ങൾ തന്നെ നോക്കിക്കാണുമ്പോൾ തന്നെ അറിയുവാൻ കഴിയും. ചിലപ്പോഴൊക്കെ ഒരു പിതാവ് തന്റെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് പോകുമ്പോൾ പലപ്പോഴും ഒരു ഗൗരവത്തോടെ ആയിരിക്കും കൊണ്ടുവിടുന്നത്. എന്നാൽ ഈ അമ്മ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടുന്ന ഒരു അനുഭവം പറയുമ്പോൾ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു ആ കുഞ്ഞിനെ ആ കൊണ്ടുവന്ന് ബെഞ്ചിലിരുത്തി തന്റെ സഹപാഠികളോട് പറയും, ഒരു പ്രായക്കാരായ മക്കളോട് പറയും, എന്റെ കുഞ്ഞിനെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. എന്നാൽ ഇവന്റെ പിതാവ് സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ സ്കൂളിന്റെ ഗേറ്റിന് അടുത്ത് കൊണ്ടുപോയിട്ട് അവരോട് പറയും, ഓടി ക്ലാസ്സിലേക്ക് വെക്കൊള്ളണം, ഇവിടെയൊന്നും തിരിഞ്ഞു നിൽക്കരുത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ ചെന്നിട്ട് കൂട്ടുകാരോട് തല്ലുണ്ടാക്കിയിട്ട് വന്നേക്കരുത്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇവന് തിരിഞ്ഞു നോക്കാതെ ആ ക്ലാസ്സിലേക്ക് അന്ന് ഓടിപ്പോകും. പക്ഷെ അന്ന് വൈകുന്നേരമായപ്പോൾ ഈ അമ്മ ഓരോ കാര്യങ്ങളെ കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ കേട്ടു, ഇന്ന് പപ്പ അതിനെ സ്കൂളിൽ കൊണ്ടു വിട്ടപ്പോഴുള്ള വിശേഷങ്ങളൊന്നും നീ പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് ഒരു ഓട്ടം ഓടി ക്ലാസ്സിൽ ചെന്നിരിക്കാൻ പറഞ്ഞു, കുട്ടികളെടുത്ത് ഉഴപ്പുണ്ടാക്കി വന്നാൽ നീ തല്ലി മേടിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനിന്ന് ക്ലാസ്സിലുള്ള തോമസിനോടും ഒക്കെ ഞാനിന്ന് അടിയുണ്ടാക്കി എന്ന് അവൻ പറഞ്ഞു. എന്നാൽ ഈ പിതാവ് അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ ഉറക്കമായി ഈ അമ്മ ചെന്ന് ഈ ഇദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ മകൻ ഇന്നും സ്കൂളിൽ അടിയുണ്ടാക്കി. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, കുഞ്ഞു മക്കളായാല് ഇത് കുസൃതിയൊക്കെ വേണം. എന്നാൽ ഈ മകൻ മറ്റൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ സ്കൂളിൽ ക്ലാസ്സിനകത്ത് പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ റോഡിലോട്ട് നോക്കിയപ്പോൾ പപ്പ എന്നെയും നോക്കി ആ സ്കൂളിൽ തന്നെ നിൽക്കുകയാണ്. കാരണം അമ്മ കൊണ്ടുവിട്ട മകന് സംരക്ഷതയോടെ പോയെങ്കിൽ ഈ പിതാവ് ഇവിടെ നിന്ന് അവന്റെ ക്ലാസ്സിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവൻ ക്ലാസ്സിൽ എത്തിയോ എന്ന് സുരക്ഷിതമായി നോക്കിയിട്ടാണ് ഈ പിതാവ് പോകുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പല കാര്യങ്ങളും, അതുപോലെ തന്നെ മറ്റൊരു സംഭവ കഥ എന്ന് പറയുന്നത്, ആഫ്രിക്കയിലെ കുടുംബങ്ങളിലൊക്കെ ഒരു കുഞ്ഞിന് 15 വയസ്സ് ആയാൽ അവനെ ഈ ഘോര വനങ്ങളിലേക്ക് പറഞ്ഞു. ഈ ഘോര വനങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നു എന്ന് പറഞ്ഞാല് ഈ ഘോര വനങ്ങളിൽ പോയി അവൻ ആ രാത്രികാലം മൊത്തവും അവൻ ആ കാട്ടിൽ കഴിയണം. ആ കാട്ടിൽ കിടന്ന് അവൻ സകലതിനെയും അതിജീവിച്ചുകൊണ്ട് അവൻ തിരികെ വന്നാൽ മാത്രമേ അവനെ ജീവിതത്തിലേക്ക് പിന്നെ ആ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുള്ളൂ. കാരണം അവൻ തിരികെ വരുമ്പോൾ എല്ലാത്തിനെയും പേടിയുള്ളവനും അതിജീവിക്കുവാനും കഴിവുള്ള ഒരാളായി വരണമെന്നാണ് ആ കഥ അവിടെ പറയുന്നത്. എന്നാൽ ആ കഥയുടെ ഉൾഭാഗം അറിയുമ്പോൾ ആ കുഞ്ഞിനെ ഘോര വനത്തിൽ കൊണ്ട് വിടുകയും അവൻ മഴയെയും മഞ്ഞിനെയും അതിജീവിക്കുകയും മരങ്ങളിൽ അവൻ അന്തി ഉറങ്ങുകയും മൃഗങ്ങളുടെ ഒച്ച കേട്ട് അവൻ തിരികെ നടക്കുകയും പിന്നെയും മരങ്ങളിൽ വസിക്കുകയൊക്കെ ചെയ്തു. അവൻ വളരെ കഷ്ടപ്പെട്ട് ആ രാത്രികാലം മൊത്തം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. പ്രഭാതമായപ്പോൾ ഒരു വരണ്ട വെളിച്ചം ആ കാട്ടിലേക്ക് വന്നു. അവൻ ആ വെളിച്ചത്തിന്റെ ദിശ കണ്ട അതേ ഭാഗത്തേക്ക് നടന്നു പോവുകയും കുറെ ദൂരം ചെന്നപ്പോൾ ആരോ അവനെ മരങ്ങളുടെ മുകളിലൂടെ പിന്തുടരുന്നതായി അവന് തോന്നി. എന്നാൽ ഇരുട്ടിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അവൻ കുറെ വെളിച്ചമെത്തിയ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ അവനെ കാട്ടിലേക്ക് കൊണ്ടുപോയ പിതാവ് അമ്പ് വില്ലിൽ പൊരുത്തിക്കൊണ്ട് അവൻ ദൂരദേശങ്ങളിലേക്ക് അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഈ രാത്രികാലം മൊത്തം അവനെ എന്തെങ്കിലും ആക്രമിച്ചാൽ അതിനെ നശിപ്പിക്കുക എന്ന ഒരു ചിന്തയോട് കൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത്. അവൻ മരങ്ങളിൽ അന്തി ഉറങ്ങുകയും പലയിടത്തും വിശ്രമിച്ച് ചെല്ലുമ്പോൾ ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ ആ പിതാവ് അവന് കാവലായിരുന്നു. 121 സങ്കീർത്തനം പറയുന്നത്, യഹോവ നിന്റെ പരിപാലകൻ, അവൻ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. അതുപോലെ തന്നെയാണ് പിതാവിന്റെ സ്നേഹം എന്ന് പറയുന്നത്, എപ്പോഴും അവന് കാവലായി ഉണ്ടായിരിക്കും എന്നാണ്. രാഷ്ട്രീയ മേഖലകൾ എടുക്കാമെങ്കിൽ തന്നെയും പിതാവിന്റെ സാന്നിധ്യം വളരെ വലുതാണ്. ഇന്ത്യയുടെ ഒന്നാമത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ അങ്ങ് നാട്ടിലായിരിക്കുന്ന തന്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനിക്ക് കത്തുകൾ അയക്കുമായിരുന്നു. ആ
ആ കത്തുകളിൽ പൊതുവെ സാധാരണ നമ്മൾ കത്തുകളൊക്കെ വായിക്കുമ്പോൾ മകളെ നിനക്ക് അവിടെ സുഖം തന്നെ, എനിക്കും സുഖം തന്നെ എന്നൊക്കെ ആയിരിക്കും ആ കത്തുകൾ. എന്നാൽ ഇദ്ദേഹം എഴുതിയത് ഇന്ത്യയുടെ ചരിത്രവും ഭൂമിശാസ്ത്രവും പലതുമാണ്. കാരണം ഓരോ പാറയിൽ നിന്ന് വീഴുന്ന കല്ലുകൾ അത് വെള്ളത്തിലൂടെ ഒഴുകിപ്പോയി, അത് മിനുസമേറിയത്, അത് മനുഷ്യർക്ക് ഉപകാരപ്പെട്ടത് എന്നൊക്കെയാണ് ആ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. ഈ കത്തുകൾ തന്റെ സുഹൃത്തുക്കൾ വായിക്കുമ്പോൾ അവർ പറഞ്ഞു ഇത് പുസ്തക രൂപത്തിലാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുസ്തക രൂപത്തിലാക്കി വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ കൊടുത്ത പുസ്തകമാണ് ഒരു അച്ഛൻ മകൾക്കയച്ച കത്ത് എന്ന് പറയുന്നത്. എന്നാൽ വളർന്നു വലുതായ ആ മകൾ ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും പ്രധാനമന്ത്രിയായി മാറുകയാണ് ചെയ്തത്. ഒരു അച്ഛന്റെ കാൽവെപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അവരുടെ ജീവിതത്തിന് പ്രധാനമന്ത്രിയായി. കാരണം അതിന്റെ ഒരു ചരിത്രം പറഞ്ഞു കേട്ടതറിയാമെങ്കിൽ ബംഗ്ലാദേശ് ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാ പ്രിയദർശിനി അതിനെ ശക്തമായ സൈന്യത്തെ അയച്ച് ഇന്ത്യയെ സംരക്ഷിച്ചു എന്ന് പറയുന്നു. സ്പോർട്സ് ജീവിതത്തിലുമുണ്ട് പിതാവിന്റെ കാൽവയ്പ്. ജോർജ് ഒന്ന് എന്ന പിതാവ് തന്റെ മകനെ കുഞ്ഞുനാൾ മുതൽ തന്നെ കാണുന്നത് ഉയരങ്ങളിലുള്ള ഭിത്തികൾ ആഞ്ഞ് അടിക്കുകയും ഉയരത്തിന്റെ മരക്കൊമ്പുകളിൽ ആഞ്ഞടിക്കുകയും ചെയ്യുന്ന ഒരു മകനെയാണ് കാണുന്നത്. കാരണം ആ മകൻ ഒരു ചാട്ടക്കാരനായിരുന്നു. എപ്പോഴും അവന്റെ ആ ഒരു ജീവിത ശൈലി കണ്ട അദ്ദേഹം അവനെ വോളിബോൾ പഠിപ്പിച്ചു. ആ വീട്ടിലുള്ള തന്റെ മക്കളെ എല്ലാവരും ചേർത്ത് 8 പേരാക്കി ഒരു വോളിബോൾ കോർട്ട് വെട്ടുകയും ഈ മക്കളെ എല്ലാം കളി പഠിപ്പിക്കുകയും ചെയ്തു. 6ാമനായ ജിമ്മി അവസാനം ലോകം അറിയപ്പെടുന്ന ജിമ്മി ജോർജ് എന്ന താരമായി മാറി. അതുപോലെ തന്നെ കുടുംബത്തിലുള്ള ഓരോ പ്രവർത്തന മേഖലകളിലും പിതാവിന്റെ കാൽവയ്പുകൾ വലുത് എന്നുള്ളതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിൽ പറയപ്പെടുന്നത് പിതാവ് അനുഗ്രഹിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ട പിതാവിനെ ദൈവം അവിടെ കാണിക്കുന്നത് നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ എന്നാണ് പറയുന്നത്. പലപ്പോഴും ഈ മുന്തിരിവള്ളി നമുക്ക് ആരോഗ്യം പകരുന്നതാണ്. ഈ മുന്തിരിവള്ളിയുടെ അനുഭവം എപ്പോഴും നമ്മുടെ ജീവിതത്തിന് ഒരു സുഖവും നൽകും എന്നാണ് പറയുന്നത്. കാരണം കാനായിലെ കല്യാണ നാളിൽ കർത്താവിന്റെ ഇടപെടൽ വളരെ അതിഭദ്രമായിരുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ടാണ് കർത്താവ് അവിടെ ആ കല്യാണ വീട്ടിനെ സന്തോഷപ്രദമാക്കി മാറ്റിയത്. അവിടെ ഇരുന്ന വീഞ്ഞുകളേക്കാൾ നല്ല ശ്രേഷ്ഠമായ വിരുന്ന് ആ വീട്ടുകാരൻ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞു വരെ ആ വിരുന്നുവാഴികൾ ഭക്ഷിച്ച അനുഭവമാണ് ഉണ്ടാവുന്നത്. കാരണം കുടുംബത്തിൽ ഒരു പിതാവിന് എപ്പോഴും ഭാര്യയുടെ അനുഭവം മുന്തിരിവള്ളിയുടെ അനുഭവമാകുമ്പോഴാണ് ആ കുടുംബജീവിതം സന്തോഷിക്കുന്നത്. അതുപോലെ തന്നെ മക്കളെ കുറിച്ച് പറയുന്നത് ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത്. ആദ്യമായി ഒലിവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 40 രാവും 40 പകലും പെട്ടകത്തിലായിരുന്ന നോഹ ആദ്യം മലങ്കാക്കയെ അയച്ചു. അത് പോയും വന്നു നിന്നും അതിന് നിലപ്പറ്റാൻ കഴിയാതെ അത് എങ്ങോട്ടോ പോയി. അതിനുശേഷം പ്രാവിനെ അയക്കുന്നു. പ്രാവ് പോയി. അത് ദേശമെല്ലാം കണ്ടിട്ട് ഒലിവ് ഇലയാണ് കൊണ്ടുവന്നതാണ് വചനം പറയുന്നത്. ഒലിവ് ഇല എന്ന് പറയുന്നത് സമാധാനത്തിന്റെയാണ്. എപ്പോഴും മക്കൾ സമാധാന പ്രിയരായിരിക്കും. കുടുംബങ്ങളിൽ ഇന്ന് പലപ്പോഴും കാണുന്നത് മക്കളെ കൊണ്ട് വളരെ പാടാണ് ഓരോ കാര്യങ്ങളും കൊണ്ടുപോകാൻ കഴിയുന്നത്. എന്നാൽ യഹോവ ഭക്തനായ കുടുംബത്തെ കുറിച്ച് പറയുന്നത് മക്കൾ എപ്പോഴും ഒലിവ് തൈ പോലെ ഇരിക്കും. യഹോവ ഭക്തനായ ആ കുടുംബത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എപ്പോഴും കുടുംബത്തിൽ സമാധാനം കാണണമെന്നാണ്. മാതാപിതാ ഗുരു ദൈവം എന്നുള്ളത് മാതാവ് പിതാവിനെ കാണിച്ചു തരുന്നു, പിതാവ് ഗുരുവിനെ കാണിച്ചു തരുന്നു. ഇവിടെ ഒരു ശ്രേഷ്ഠ ഗുരു എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. നമ്മൾ പഴയ നിയമ പാഠഭാഗം പുതിയ നിയമ പാഠഭാഗത്തിൽ എവിടെയൊക്കെ ഗുരു എന്നുള്ള പേര് നമുക്ക് മാറ്റാമെങ്കിൽ അവിടെ യേശു എന്നുള്ള പേര് എഴുതി ചേർക്കാം. യേശു എന്നുള്ള പേര് നമ്മൾ ഉള്ളിടത്ത് നമുക്ക് ഗുരു എന്ന് എഴുതി ചേർക്കാം. അവിടെ ശിഷ്യന്മാർ ഗുരു എന്നാണ് വിളിച്ചത്. അതാണ് ശ്രേഷ്ഠ ഗുരുവായി അവിടെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനങ്ങൾ
ഒരു പുരുഷൻ എപ്പോഴും യേശുവിന്റെ വാക്കുകളിലൂടെ യേശുവിന്റെ പ്രത്യാശയുള്ള ആ ജീവിതത്തിലേക്കാണ് പോകേണ്ടത്. ഒരു മരപ്പണിക്കാരനിലൂടെ ഈ ലോകം കണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹം ദൈവത്തിന്റെ പുത്രനായി ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന പരസ്യ ശുശ്രൂഷകൾ എല്ലാം ഓരോരുത്തർക്ക് അനുഗ്രഹപ്രദമായിട്ടാണ് നടപ്പിലാക്കി കൊടുത്തത്. ഉപമകളിലൂടെ അദ്ദേഹം ചെയ്തു, കുരുടനെ സൗഖ്യമാക്കി. അതേപോലെയുള്ള പ്രത്യാശയുള്ള ജീവിതത്തിന് നമുക്കും നമ്മുടെ സംഘടനകളും അത്തരം പ്രവർത്തനങ്ങളിലോട്ടാണ് പോകണമെന്നാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതം. ആ പിതാവ് പറയുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്നാണ് പറയുന്നത്. ആ ശ്രേഷ്ഠ ഗുരുവിന്റെ പ്രയാണം എന്ന് പറയുന്നത് ദൈവത്തിലേക്കാണ്. ഇവിടെ മാതാവിനെ ബസ്സിനെ പ്രതിപാദിച്ച് കാണിക്കുന്നുവെങ്കിലും പിതാവിനെ തന്നെയാണ് പ്രാധാന്യം, അതായത് ദൈവമായ പിതാവ്. ആ പിതാവ് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്ക് തിരികെ വിളിച്ച് ആ ക്രൂശീകരണവും കഴിഞ്ഞ് കല്ലറകളെ തകർത്ത ആ സംഭവങ്ങളെല്ലാം നമുക്ക് അറിയാം. എന്നാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരെല്ലാം അവരുടെ ജോലികളിലേക്ക് തിരികെ പോയി. അവർ മീൻ പിടിക്കുവാൻ പോയി. പകലന്തിയോളം അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. അവസാനം കർത്താവ് ആ പടകിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, വലതുഭാഗത്തേക്ക് വല വീശുക. വലതുഭാഗത്തേക്ക് വല വീശുമ്പോൾ ലഭിച്ചത് പെരുത്ത മീൻകൂട്ടം. നമ്മുടെ കുടുംബങ്ങളിൽ, യേശുവില്ലാത്ത കുടുംബങ്ങളിൽ എന്നും കണ്ണുനീരിന്റെയും ബുദ്ധിമുട്ടിന്റെയും ദിനങ്ങളാണ്. എന്നാൽ യേശുവുള്ള കുടുംബത്തിൽ എന്നും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും അനുഭവങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുടുംബത്തിൽ കർത്താവിന്റെ ഒരു അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ. കർത്താവില്ലാത്ത കുടുംബങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എനിക്ക് പറയുവാൻ കഴിയുള്ളത്. അപ്പനില്ലാതെ മക്കളില്ല, അമ്മയില്ലാതെ മക്കളില്ല. അപ്പനും അമ്മയും ചേരുമ്പോഴാണ് നല്ല കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. നല്ല പ്രാർത്ഥനകൾ ഉണ്ടാകുമ്പോഴാണ് നല്ല സംഘടനകൾ ഉണ്ടാകുന്നത്, നല്ല ഫാമിലി ഫെലോഷിപ്പുകൾ ഉണ്ടാകുന്നത്. ഈ ഫാമിലി ഫെലോഷിപ്പ് വരുന്നാളുകളിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഏവർക്കും ഒരുങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ആമേൻ.